പരിശുദ്ധമായ ആശൂറ രാവും വെള്ളിയാഴ്ച രാവും രണ്ടും കൂടെ പടച്ചോൻ നമുക്ക് തന്ന ഏറ്റവും മനോഹരമായൊരു നിമിഷമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ആശൂറ ദിവസമാണ്. ഏതായാലും ആശൂറ രാവിലും ആശൂറയിൻ്റെ പകലിലും വളരെ വളരെ രഹസ്യമായൊരു സംഗതി നിങ്ങൾ ചെയ്താലുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഒരു കൊല്ലം സമ്പത്ത് നിങ്ങളെ തേടി വരും. ഒരു കൊല്ലം ദാരിദ്ര്യം നിങ്ങളെ തൊട്ടു നോക്കൂല. ഇത് പഠിപ്പിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതെന്താണെന്ന് പഠിക്കണം. അത്ഭുതം നിറഞ്ഞ ചില ദിക്റുകൾ ഇന്നത്തെ രാവിലും ആശൂറയിൻ്റെ പകലിലും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ക്യാൻസർ പോലും നമ്മളെ തൊടൂല. മാരക വിപത്തുകളിൽ നിന്ന് പോലും പടച്ചോ നമുക്ക് കാവൽ തരും. അള്ളാഹു സംരക്ഷണം തരട്ടെ. അപ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ പഠിക്കണം. ചൊല്ലേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ നമുക്ക് പരിശുദ്ധമായ ആശൂറ രാവും വെള്ളിയാഴ്ച രാവും കൂടെ പടച്ചോൻ ഇങ്ങനെ ഒരുമിച്ച് തരികയാണ് ഇല്ലേ? അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രവാസികൾ, പ്രവാസ ലോകത്ത് നമ്മുടെ സ്വഭാവലഹരിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ആശൂറയിൻ്റെ പകലാണ്. ഏതായാലും നമ്മളൊക്കെ നോമ്പുകാരാണ്. തസ്വാഇൻ്റെ നോമ്പെടുത്തവരുണ്ട്, ആശൂറയിൻ്റെ നോമ്പെടുത്തവരുണ്ട്. നോമ്പെടുക്കാൻ കഴിയാതെ മെൻസ്ട്രൽ പീരീഡിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. നിങ്ങളുടെ മനസ്സിലൊരു വേദനയില്ലേ? ഒരു വേദന, പടച്ചോൻ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ലല്ലോ, ആ വേദന മതി, രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതുന്നവർക്കല്ല. അങ്ങനെ ഒരു വേദന കൽബിലുണ്ടല്ലോ, ആ ഒരു വേദന മതി, പടച്ചോൻ നോമ്പിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തരൂലേ. അപ്പോൾ ഹൈദുള്ളവരാണെങ്കിലും ഒരു ടെൻഷനും അടിക്കണ്ട, അസുഖമുള്ളവരാണെങ്കിലും ടെൻഷൻ അടിക്കണ്ട, ആ മനസ്സിൽ സങ്കടം ഉണ്ടായാൽ മതി. ഏതായാലും ആശൂറ ലഭിച്ചതിൻ്റെ ഒരു സന്തോഷം ഒരു ചുണ്ടത്ത് വിരിയട്ടെ. മനസ്സറിന് ഒരു അൽഹംദുലില്ലാ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു ഈ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ആശൂറ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മുഹറം 10, 10ാമത്ത് എന്നൊക്കെയാണ് ആശൂറയിൻ്റെ അർത്ഥം. എന്നാൽ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. വളരെ പ്രാധാന്യം നിറഞ്ഞ 10 പ്രവാചകന്മാരെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചത് കൊണ്ടാണത്രേ ഈ ദിവസത്തിന് ആശൂറ എന്ന് പേര് വന്നതെന്ന് ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത്രമേൽ അത്ഭുതമാണ് അല്ലേ? മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു മോചിപ്പിച്ചത്, അത് നമ്മൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അതിനു മുമ്പൊക്കെ പറയുന്നുണ്ട് മൂസാ നബിയെ മോചിപ്പിച്ചത് മുഹറം 10-നാണ്. നമ്മളിപ്പോൾ എന്തിനു കഷ്ടപ്പെടുന്നതൊക്കെ? അള്ളാൻ്റെ തൃപ്തി കിട്ടാനല്ലേ ഈ ദിക്ർ ചൊല്ലുന്നത്, ആശൂറ നോമ്പ് പിടിക്കണത്, തസ്വാ നോമ്പ് പിടിക്കണത്? പടച്ചോൻ്റെ തൃപ്തി കിട്ടാനല്ലേ? അള്ളാൻ്റെ തൃപ്തി കിട്ടുന്നവർക്കുള്ളതാണ് സ്വർഗം. ആ സ്വർഗം അള്ള പടച്ചത് മുഹറം 10-നാണ്. ആ സ്വർഗം പഠിച്ചത് മുഹറം 10-നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 300 കൊല്ലാണ് തൗബ ചെയ്തത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? മനഃപൂർവ്വമല്ല, അറിയാതെ സംഭവിച്ചതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ആദം നബി കരഞ്ഞത് 300 കൊല്ലാണ്. ആ 300 കൊല്ലം കഴിഞ്ഞ് അള്ളാഹു ആ തൗബ സ്വീകരിക്കുന്നത് മുഹറം 10-ൻ്റെ അന്നാണ്. യൂസുഫ് നബിയുടെ ജയിൽ മോചനം അല്ലേ? ഇദ്രീസ് നബിയുടെ സ്ഥാനക്കയറ്റം. എന്തിനേറെ ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട്. മഴയില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടു. അള്ളാഹു ഹൈറായ മഴ നൽകി അനുഗ്രഹിക്കട്ടെ. തമിഴ്നാട്ടിലെ ചില ഏരിയയിലൊക്കെ പോയപ്പോൾ ശക്തമായ ചൂടാണ്. ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ ഭൂമി വരണ്ട് കിടക്കാണ്. അവർ മഴ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. മഴയെ പടച്ചത് മുഹറം 10-നാണ്. അതായത് ഇങ്ങനെ ഇത്ര വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് മുഹറം 10-ആണെങ്കിൽ ആ മുഹറം 10-ൻ്റെ ഒരു ബറക്കത്ത് എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ ദിവസത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ അള്ളാഹു നമ്മളെ കൈവിടുമോ? നിങ്ങൾ ഇന്ന് രാത്രി മുഹറം 10-ൻ്റെ രാവ്, നാളെ മുഹറം 10-ൻ്റെ പകല്, ഒന്ന് ആലോചിക്കുക. അത് വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലപ്പുറം ഒരു ഭാഗ്യം എന്താ വേണ്ടത്? അത്ഭുതമല്ലേ? വല്ലപ്പോഴും കിട്ടുന്നൊരു മഹാസൗഭാഗ്യമല്ലേ? അപ്പം ഇത് ശരിക്കും മുതലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുള്ള വേദനകളൊക്കെ നീങ്ങണം, ആഗ്രഹങ്ങളൊക്കെ നടക്കണം. ഏതായാലും സാമ്പത്തിക പരാധീനതകളൊക്കെ തീർക്കാൻ പറ്റിയൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ വരുമ്പോൾ അപമര്യാദ സംഭവിക്കരുത്. ഖുർആൻ പറയുന്നില്ല, ദാലിക വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാൻ്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത്. അള്ളാൻ്റെ ചിഹ്നങ്ങളോടുള്ള ആദരവ്, അതാണ് തഖ്വ. മുഹറം മാസം വരുമ്പോൾ, ആശൂറ വരുമ്പോൾ, തസ്വാ വരുമ്പോൾ നിങ്ങൾക്കൊരു ആദരവ് മനസ്സിൽ തോന്നുന്നുണ്ടോ? മോനെ, അതാണടാ തഖ്വ. അതില്ലേ? ആദരവില്ല. നിങ്ങളതിനെ ബഹുമാനിക്കുന്നില്ലേ? നിങ്ങൾ ആദരിക്കുന്നില്ല. ആ ദിവസത്തെ നിങ്ങളിങ്ങനെ നെവർ മൈൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ പിശാച് പരമാവധി മുതലാക്കും. പിശാചിനെ ഓടിക്കണം.
പ്രത്യേകിച്ച് ആശുറാൻ്റെ രാവും പകലുമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിണങ്ങാൻ വേണ്ടി കാത്തിരിക്കണ ഭാര്യ ഭർത്താക്കന്മാരെ പണി കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ പടച്ചോനോർത്ത് ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ പിണങ്ങാൻ വേണ്ടി കാത്തിരിക്കരുത്. അപ്പോൾ ഒരുമിച്ച് സ്നേഹം പങ്കിടുമ്പോൾ പടച്ചോൻ്റെ കാരുണ്യം പോലും നമുക്ക് കിട്ടും അല്ലേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിലൊരെണ്ണം ഒരു കൊല്ലം നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കൂല, സാമ്പത്തികമായ അഭിവൃദ്ധി തരും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നാമത്തെ എന്താണെന്നറിയോ? ഒന്നാമത്തത് നോമ്പ് തന്നെയാണ് അല്ലേ. മുഹറം 10 നോമ്പ്. മുഹറം 10 നോമ്പിന് ഒരു റിപ്പോർട്ട് പ്രകാരം 60 കൊല്ലം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം ഉണ്ടെന്നാണ്. ഒന്ന് ബാത്റൂമിൽ പോലും പോകാണ്ട് പടച്ചോൻ 60 കൊല്ലം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം മുഹറം 10 നോമ്പിനുണ്ടെന്നാണ്. എന്നാൽ സ്വഹിഹായി വന്ന ഹദീസിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഹറം 10 നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കും. എന്തായാലും നമുക്ക് ലാഭമല്ലേ. ഒരു വർഷം നമ്മൾ എന്തോരം തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അല്ലേ, എന്തോരം തോന്നിയാസങ്ങൾ ചെയ്തിട്ടുണ്ട്. കരുണക്കടലായ റബ്ബ് നമുക്കിത് പുറത്തു തരാൻ, ചെറുപാപങ്ങളൊക്കെ പുറത്തു തരാൻ ഈ ഒരൊറ്റ നോമ്പ് മതി എന്നാണ്. വൻപാപങ്ങൾ പൊറുക്കാൻ തൗബ വേണം. അപ്പോൾ ഈ നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ മെൻസ്ട്രൽ പീരീഡിലുള്ള സഹോദരിമാരോട് പറയാനുള്ളത്, അസുഖബാധിതരായി നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ഒരു സങ്കടമാണ്. ഒരു സങ്കടം, പടച്ചോൻ എനിക്ക് പിടിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ആഗ്രഹം ഉണ്ടല്ലോ പിടിക്കണമെന്ന്. ഏതായാലും ഈ മെൻസസ് തന്നത്, ഈ അസുഖം തന്നതൊക്കെ റബ്ബല്ലേ, അവനറിയാതെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവൻ നമ്മളെ കൈവിടൂലല്ലോ. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കുണ്ടതിൻ്റെ പ്രതിഫലം. ഇന്ന് നമ്മൾ നോമ്പുകാരാണ് ഇല്ലേ, നമ്മൾ മുഹറം 9 നോമ്പുകാരാണ്. വിദേശത്തുള്ളവർ മുഹറം 10 നോമ്പുകാരാണ്. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ആ ദുആയിന് എന്തൊരു മഹത്താണ്. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് കൃത്യം 7:30 ആശുറ രാവിൻ്റെ മജ്ലിസ് ഉണ്ട് കേട്ടോ. എല്ലാവരും വിദേശത്തുള്ളവരൊക്കെ പങ്കെടുക്കണം. കാരണം ഇവിടെ ഉള്ളവരുടെ ആമീൻ്റെ കൂലിയും കൂടെ നിങ്ങൾക്ക് കിട്ടുമല്ലേ. നാളെ വൈകുന്നേരം 4:30 മണിക്കാണ് ആശുറ ദിനത്തിൻ്റെ മജ്ലിസ്. എല്ലാവരും പങ്കെടുക്കണം. നാളെ വൈകുന്നേരമാണ് 5000 രൂപയുടെ വിജയി ആരാണെന്ന് പ്രഖ്യാപിക്കുക. അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നെ രണ്ടാമത്തേത്, അതാണ് ഞാൻ പറയാമെന്ന വിഷയം. മുഹറം 10 രാവ് അല്ലെങ്കിൽ പകൽ, മുഹറം 10 രാത്രി അല്ലെങ്കിൽ പകലിൽ, ആശുറ രാവ് അല്ലെങ്കിൽ പകലിൽ അല്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ വസ്സഅ അലാ ഇയാലിഹി ഫീഹി വസ്സഅ അല്ലാഹു ലഹു സായിറ സന. മുഹറം 10 അന്ന് ആരെങ്കിലും കുടുംബത്തിന് വിശാലത ചെയ്താൽ ഒരു കൊല്ലം അള്ളാഹു അവന് വിശാലത കൊടുക്കും. എടാ, നിൻ്റെ കയ്യിൽ സ്വർണം മേടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ കെട്ടിയോക്ക് സ്വർണം മേടിച്ചു കൊടുത്തോ, അടിപൊളിയാണ്, അടിപൊളിയാണ്. ഒരു കൊല്ലം അള്ളാഹു അതിൽ ബറക്കത്ത് തരും. അത്ര വലിയ സാധനമൊന്നും പറയില്ല. സ്വർണത്തിനൊക്കെ ഇപ്പോൾ 1,06,000 രൂപയാണ് പവനെന്നാണ് ഇന്നലെ അല്ലേ. അപ്പോൾ അതൊന്നും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ല, നിനക്കൊരു വസ്ത്രം എടുത്തു കൊടുക്കാൻ പറ്റും, നിൻ്റെ കുടുംബത്തിന് എടുത്തു കൊടുത്തോ, ഒരു കൊല്ലം അല്ലാഹു വിശാലത ചെയ്യും. അല്ല, എനിക്ക് അതിനൊന്നും പൈസ ഇല്ല, നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ, അൽഹംദുലില്ലാ ഭക്ഷണം ഉണ്ടാക്കി. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ബർക്കത്ത് ചെയ്യുക. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരു ടോയ്സ് വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കാം. ഒരു കൊല്ലം അല്ലാഹു വിശാലതയും. അതായത് നിൻ്റെ കുടുംബത്തെ നീ അന്നത്തെ ദിവസം രാവാകട്ടെ പകലാകട്ടെ നീ സന്തോഷിപ്പിച്ചാൽ ഒരു കൊല്ലം അള്ളാഹു നിന്നെ സന്തോഷിപ്പിക്കും, നിനക്കല്ല വിശാലത ചെയ്യും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പാണ്. ഇത് മുത്തുനബിയുടെ വാക്കാണ്, ഇതിലപ്പുറം എന്താ വേണ്ടത്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 40 കൊല്ലം ഞാനിത് അനുഷ്ഠിച്ചു നോക്കി, കറക്റ്റാണ്, എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. നമ്മളിൽ എത്ര പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ മുഹറം 10 ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്തിട്ട് ഉസ്താദേ ഇതുവരെ പടച്ചോൻ ഒരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ എത്രയോ മനുഷ്യന്മാരുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എത്ര അത്ഭുതമാണത്. അപ്പോൾ ഇപ്പോൾ ചിലർ ഒരു ഉസ്താദ് ഞങ്ങൾക്ക് ഡ്രസ്സ് മേടിക്കാൻ പൈസ ഇല്ല, സ്വർണം മേടിക്കാൻ പൈസ ഇല്ല. വേണ്ടടോ, വീട്ടിൽ നല്ല ഭക്ഷണം, എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം, മനസ്സിലായോ. നിങ്ങളുടെ കയ്യിലാണ് എന്തെങ്കിലും ഒരു അന്നത്തെ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും വാങ്ങുക എന്നുള്ളതാണ്, മനസ്സിലായോ. അതിപ്പോൾ ബിരിയാണി തന്നെ ആകണമെന്നില്ല, ചിലപ്പോൾ കടയിൽ നിന്ന് ഒരു സമൂസ മേടിച്ചാലും മതി. നിങ്ങളുടെ കയ്യിലുള്ള സംഗതിയിൽ ഏറ്റവും നല്ലത് മേടിച്ചു കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, കുടുംബത്തിന്. എന്തില്ല, അത് മതി. അള്ളാഹു ആ ഒരു കൊല്ലം അത്ഭുതകരമായ മാറ്റം സംഭവിപ്പിക്കും, ഉറപ്പാണ്. ഔക്കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത്, ഈ മുഹറം 10 രാവ് അല്ലെങ്കിൽ പകലിൽ സ്വതക്ക ചെയ്താൽ ഒരു കൊല്ലം സ്വതക്ക ചെയ്ത കൂലിയിട്ട്. സ്വതക്ക അല്ലേ, ആ സ്വതക്കത്ത് റദ്ദുൽ ബലാകുന്നല്ലേ അല്ലേ. നമ്മൾ എന്തെല്ലാം അപകടങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നേക്കാം, അതൊക്കെ പടച്ചോൻ തട്ടിക്കളയാനായിട്ട് സ്വതക്ക മതി, സ്വതക്ക മതി. പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക, മനസ്സിലായോ. ഇനി കയ്യിൽ 5 പൈസ ഇല്ല, നിങ്ങൾ ഒരു ഉരുള ഭക്ഷണം എടുത്തിട്ട് ഭാര്യയുടെ വായിലേക്ക് വാരി വെച്ച് കൊടുക്കുക. മുഹറം 10 രാവിലെ അടിപൊളിയാണ്, സെറ്റാണ്. ഏറ്റവും മനോഹരമായൊരു കാര്യമല്ലേ, ഏറ്റവും മനോഹരമായൊരു കാര്യം.
അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കഴിയുന്നവർക്ക് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, വീണ്ടും വീണ്ടും ഉണർത്താണ്, ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ്, ഇല്ല അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കഴിയുന്നവരൊക്കെ സഹായം ചെയ്യുക. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കൂലേ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു കൊല്ലം സ്വതക്ക ചെയ്തതിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കാൻ ഇന്നത്തെ രാത്രിയും പകലും മനോഹരമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തത് തൗബയാണ്. തൗബ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. ആദം നബിയുടെ തൗബ സ്വീകരിച്ച ദിവസം അള്ളാഹിനോട് കരയാ അല്ലേ? എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കെന്താ? സോറി കാക്ക, ഒന്ന് പുറത്തതായി കാക്ക. അത് ഭയങ്കര ഇഷ്ടമാണ് ഭർത്താവിന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാനെന്തിനാ സോറി പറയണേ? അത് ഫീൽ ചെയ്യാൻ പറ്റൂല. എടാ, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചോനെ നീ പുറത്ത് തന്നെ അല്ല, നീ പുറത്ത് തന്നെ അല്ല. നീ പുറത്തില്ലെങ്കിൽ ആരാ പടച്ചോനെ അങ്ങോട്ട് പൊറുക്കാനുള്ളത്? നീ അല്ലെങ്കിൽ പിന്നെ ആരാ റബ്ബുള്ളത്? ആ ബോധ്യത്തിലൊന്ന് പറഞ്ഞാൽ മതി. അള്ളാഹ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ മുഹറം 10 ഐശ്വര്യം നിങ്ങൾക്കുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തേത് ഏറ്റവും പ്രധാനം, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ചയുടെ പകലാണ് അല്ലേ? സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് മുത്തുനബിക്കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മുഹറം 10 രാവും പകലും നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരുന്ന് കാണുമ്പോൾ, ആ മുത്തുനബി അത് കണ്ട് സന്തോഷിക്കുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കൈവിടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പടച്ചോൻ നമ്മളെ കൈവിടും? ആ മുഹറം 10 ആശുറായിൻ്റെ പുണ്യം അള്ളാഹു നമുക്ക് കൊണ്ടുവന്ന് തരില്ലേ? നമ്മളെ പടച്ചോൻ കൈവിടുമോ? ഇല്ലല്ലോ. അപ്പോൾ ആശുറായിൻ്റെ പുണ്യം പരിപൂർണമായിട്ട് ലഭിക്കാനായിട്ട് മുഹറം 10 ഈ ദിവസം, ഈ 10 രാവും പകലും ഒക്കെ മനസ്സറിഞ്ഞ സ്വലാത്ത് ചൊല്ലിക്കോ. അറിയുന്ന സ്വലാത്ത്, കഴിയുന്നെങ്കിൽ ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലിക്കോ. പിന്നെ ദിക്റുകൾ പറയണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ക്യാൻസർ ആണെങ്കിൽ പോലും, എന്താണെങ്കിലും പടച്ചോനോട് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ പൊക്കും, ഉറപ്പാണ്. അള്ളാഹ് അതിൽ നിന്ന് മാറ്റും. മാറിയില്ലല്ലോ ഉസ്താദ്. നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെയല്ലല്ലോ പടച്ചോൻ പ്രവർത്തിക്കുക. നമുക്ക് ഹൈറെന്താണോ അതാണ് തരിക. നമുക്കെന്താണ് ഹൈറെന്ന് പടച്ചോന് അല്ലേ അറിയുള്ളൂ അല്ലേ? ആഴക്കടലിൽ നിന്ന് യൂനുസ് നബിയെ പൊക്കിക്കൊണ്ടുവന്ന പടച്ചോന് നമ്മുടെ ഈ ക്യാൻസർ മാറ്റാൻ പ്രയാസമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പം അള്ളാഹു ഹൈറാക്കി തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ ഇഖ്ലാസോടെ ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ 70 തവണ ചൊല്ലേണ്ട ദിക്ർ, മറ്റത് 40 തവണയാണ്. 70 തവണ ചൊല്ലേണ്ടതാ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ചൊല്ലിയില്ലേ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അല്ലാഹു ചൊല്ലാനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ 5 കാര്യങ്ങളും മുറുകെ പിടിച്ചോ. അപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹറം 10 അന്ന് രാവോ പകലോ കുടുംബത്തിന് വിശാലത ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ സ്വർണ്ണമൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കുക. ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, കളിപ്പാട്ടമൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും മതിയെന്നേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന. അതായത് ഇതിൻ്റെ അടിയിൽ സങ്കടം പറയുന്നവരുണ്ട്. നിങ്ങളിപ്പോഴും ഈ ടെൻഷൻ മാറ്റി വെക്ക്. എൻ്റെ റബ്ബ് എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇല്ലായ്മയുടെ കഥകളൊക്കെ മറക്കുന്നേ. ഉള്ളതിൽ സംതൃപ്തരായിട്ട് ഉള്ളതിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളൊന്ന് വിശാലത ചെയ്ത് നോക്ക്. ഒരു കൊല്ലം നിങ്ങൾക്കല്ല വിശാലത ചെയ്യുമെന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. മുത്തുനബി വിശ്വസിച്ചുകൊണ്ട് ചെയ്യും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ്. അങ്ങനെയുള്ളവർക്കൊന്നും കിട്ടൂല. അവരിങ്ങനെ ആ കുഴിയിൽ തന്നെ കിടക്കുള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹു തരും, ഉറപ്പാണ്. നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കണം കേട്ടോ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭംഗിയായിട്ടൊക്കെ കഴിക്കണം, നോമ്പ് തുറക്കണം. വല്ലാത്തൊരു അനുഭൂതിയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മജ്ലിസിൻ്റെ കാര്യം മറക്കണ്ട. എല്ലാവരും 7:30 മണിക്ക് കൃത്യമായിട്ട് പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, മൂസാ നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ആരിൽ നിന്നാണ്? മുഹറം 10 ഫിർഔനിൽ നിന്നാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു കുഞ്ഞനിയനുണ്ടായിരുന്നു. പണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൂസുഫ് നബിയുടെ കുഞ്ഞനിയൻ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പം ഇന്നലെ രാത്രി മജ്ലിസിൽ പങ്കെടുത്തവർ ഒന്നുകൂടെ ആ ദിക്റുകൾ ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലാം. ഞാനതിൻ്റെ ലിങ്ക്
താഴെ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തവർ ഈ പരിശുദ്ധമായ പകലിൽ മനസ്സറിഞ്ഞ് ചൊല്ലുക. ആശൂറ ഉള്ളവരും താസുവ ഉള്ളവരൊക്കെ ചൊല്ലിക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ മറന്നു പോകാൻ പാടില്ലാത്തൊരു കൂട്ടരുണ്ട്. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാർ, വാപ്പണ്ട് ഉമ്മണ്ട് പലരും ഉണ്ട്. പള്ളിക്കാട്ടിൽ അന്തിയുറങ്ങാൻ. ഇത്തരം പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവർ നമ്മളെ കാത്തിരിക്കും. അവരെ നമ്മൾ മറക്കരുത് കേട്ടോ. അടുക്കൽ ചെല്ലണം, അവർക്ക് വേണ്ടി ദ്വാരക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ കൈവടിയല്ലേ അല്ലാ. പടച്ചോനെ, ഇതിൻ്റെ മിഥില സവാബ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ ഇണകളെ നന്നാക്കണേ അല്ലാ. അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാ. റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, ഏറ്റെടുക്കണേ അല്ലാ. യാ റബ്ബന, ഒരുപാട് വേദനകളുണ്ട്, നീ അകറ്റണയല്ല. താസുആവും ആശൂറാവും ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണയല്ല. വിവാഹപ്രായമെത്തിയവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും നീ ഏറ്റെടുക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.